തിരുവനന്തപുരത്ത് കനത്ത മഴയാണ്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകളിൽ മാറ്റമില്ല. തമ്പാനൂരിൽ വെള്ളക്കെട്ടിപ്പോൾ രൂക്ഷമാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. പാവം ഒരു ചേച്ചി വളരെ ബുദ്ധിമുട്ടിയാണ് ഒരു തോട് പോലെ തമ്പാനൂരിൻ്റെ റോഡ് മറികടന്നു പോകുന്ന കാഴ്ച പ്രേക്ഷകർ കാണുന്നത്. ആ ചേച്ചിക്ക് ഒരു ബോട്ടും കൂടെ കൊടുത്തെങ്കിൽ സുഖമായിട്ട് നീന്തി പോകാമായിരുന്നു. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. എറണാകുളത്ത് രാത്രി മുഴുവൻ മഴ പെയ്തിട്ടുണ്ട്. രാവിലെയും നനുത്ത മഴയുണ്ട്. സാന്ത്വന സജുവും അർജുൻ മട്ടന്നൂരും ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. കൊച്ചിയിൽ നിന്നുമായി ആദ്യം സാന്ത്വനയിലേക്ക്. സാന്ത്വന, വെരി ഗുഡ് മോർണിംഗ്. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ്. എന്താണ്, നല്ല മഴയാണല്ലോ തിരുവനന്തപുരത്ത്. രാത്രി മുഴുവൻ കനത്ത മഴയായിരുന്നു. വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. സാന്ത്വന നിൽക്കുന്നത് ഏതോ പുഴയുടെ കരയിലാണോ? ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ തന്നെ നനഞ്ഞു കുളിച്ചൊരു പ്രഭാതമായിരുന്നു. കാരണം ഫസ്റ്റ് ലൈവ് മുതൽ നമ്മൾ മഴയുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ഒരു പുഴയുടെ തീരത്താണെന്നൊക്കെ തോന്നുമെങ്കിലും അല്ല. ഇപ്പോൾ നിൽക്കുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ്. ഇവിടെ വലിയ വെള്ളക്കെട്ട് നമുക്ക് കാണാം. കുറച്ച് സമയം മുമ്പ് വരെ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത തടസ്സമൊക്കെ തന്നെയും ഇപ്പോൾ ഉണ്ടായിരുന്നു. അത് ചെറുതായിട്ടാണെങ്കിലും ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ മഴ വലിയ രീതിയിൽ പെയ്യുന്നില്ല, ചെറുതായി ഒന്ന് പെയ്യുന്നതേ ഉള്ളൂ, ശക്തമായി പെയ്യുന്നില്ല. പക്ഷേ ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴയാണ്. ഇപ്പോഴും അത് തോരാതെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ തുടർന്നാണ് ഇവിടെ ഇത്രയും വലിയ രീതിയിൽ വെള്ളം കയറിയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ സൈഡിൽ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വാഹനങ്ങളൊക്കെ തന്നെയും വെള്ളത്തിലേക്ക് മുങ്ങിയ ഒരു അവസ്ഥയുണ്ട്. പല വാഹനങ്ങളും മറിഞ്ഞ് വെള്ളത്തിലേക്ക് വീണ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് തന്നെയാണ്. തമ്പാനൂരിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ അറിയാം, സാധാരണമായി ഒരു വലിയ ഒരു മഴ, ഒരു മണിക്കൂറൊക്കെ നിന്നൊരു മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത്. പക്ഷേ പെട്ടെന്ന് വെള്ളം ഇറങ്ങുകയും ചെയ്യും. പക്ഷേ ആ കുറച്ച് സമയമാണെങ്കിലും വലിയ രീതിയിലുള്ള മഴ ഉണ്ടാകാനുള്ള വെള്ളക്കയറ്റം ഉണ്ടാകുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഈ ഇരുചക്ര വാഹനത്തിൽ വരുന്ന ആളുകൾക്കാണ് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം. കാറിലൊന്നും വരുന്നവർക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് ഇരുചക്ര വാഹനത്തിൽ വരുന്ന ആളുകളെ നോക്കിയാൽ കാണാം, ഇവിടെ വന്നിട്ട് അവർ വാഹനം തള്ളിക്കൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത്. തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി 8:30 മുതൽ ഇന്ന് രാവിലെ 5:30 വരെ 105 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിൻ്റെ ഔദ്യോഗിക ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും ശക്തമായി തന്നെ മഴ ലഭിച്ചിട്ടുണ്ട്, അത്രയും അധികം മഴ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് പിന്നാലെയാണ് വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്തെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും ചെറിയ രീതിയിലാണെങ്കിലും വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ചില ഇടങ്ങളിലൊക്കെ തന്നെയും ചെറിയ മതിലുകളൊക്കെ ഇടിഞ്ഞു വീണുള്ള ഒരു അപകടവും ഉണ്ടായിട്ടുണ്ട്. അത് ആളുകൾക്കാർക്കും തന്നെ അതുമായി ബന്ധപ്പെട്ട അപകടമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് അപ്പോൾ തിരുവനന്തപുരം ജില്ലയ്ക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാന്ത്വന നിൽക്കുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാൽ തോന്നും ഏതോ കായലിൻ്റെ കരയിലോ പുഴയുടെ കരയിലോ ഒക്കെ ആണെന്ന്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുമ്പിലുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. സാന്ത്വനയാണെങ്കിൽ ആകെ നനഞ്ഞ് കുളിച്ച് നിൽക്കുന്ന മട്ടിലുമാണ്. മാത്രമല്ല, അവിടെയുള്ള ഒരു ചേട്ടൻ പാവം നടന്നു നോക്കി ആകെയുള്ള ഒരു ഇറുകി പിടിച്ച പാൻറ്റും ഉണ്ട്. അത് മുകളിലോട്ട് നീക്കാനും പറ്റില്ല. ആകെ ബുദ്ധിമുട്ടാണ്. ചേട്ടൻ്റെ മുട്ടിന് താഴെ വരെ വെള്ളമായി കഴിഞ്ഞു. ഇനി ഒരു വണ്ടിയും കൂടെ പോകുമ്പോൾ അതിൻ്റെ തിരയും കൂടെ വന്ന് ശരീരം മൊത്തം വെള്ളമാവുന്ന അവസ്ഥയിലാണ്. അവിടെ ചില 2 വീലറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് വെള്ളത്തിലേക്ക് വീണ് കിടക്കുകയാണെങ്കിൽ ആ ചേട്ടന്മാർ എങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു. ആകെ ബുദ്ധിമുട്ടാണ്. ആ നോക്കൂ, ഒരു വണ്ടി ഇങ്ങനെ വരുന്നു. നമുക്കൊക്കെ ഈ തമ്പാനൂരൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം കരയിലും വെള്ളത്തിലോടുന്ന വാഹനങ്ങൾ കണ്ടുപിടിക്കേണ്ട സമയമാണെന്ന് തോന്നുന്നു. ആ ഒരു ചേട്ടൻ ഒരു ബൈക്കുമായിട്ട് പോകുന്നു. ഇപ്പോൾ മിക്കവാറും നിൽക്കാൻ സാധ്യതയുണ്ട്. പാവം ഇതാണ്, മൊത്തം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കരുതും പെട്ടെന്ന് ഈ വെള്ളത്തിലൂടെ, ഈ വെള്ളക്കെട്ടിലൂടെ കടന്നു പോകാമെന്ന് കരുതും. പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളും കാറും ഒക്കെ. ചെറിയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ നടുക്ക് പെട്ടുപോയാൽ വലിയ ബുദ്ധിമുട്ടാണ്. രാവിലെയൊക്കെ ഓഫീസിലേക്ക് പോകാനുള്ളവരാണ്. ഇന്ന് വർക്കിംഗ് ഡേ കൂടി ആയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് തിരുവനന്തപുരത്ത്.